ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്ന് ഈദിനുണ്ടാക്കാൻ പറ്റിയ ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെർമിസെല്ലി അത് ഒരു കാൽ അല്ലെങ്കിൽ അരക്കപ്പ് ഞാനിതാ ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബസ്മതി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. അതായത് ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ടല്ല, ചെറുതായിട്ടൊന്ന് തരിയായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു രീതിയിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. നല്ല ചെറുതായിട്ടൊന്ന് തരിയായിട്ട് നമുക്ക് വേണം. അപ്പോൾ ഇനിയിപ്പോൾ അതായത് ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത അതേ പാനിൽ തന്നെയാണ് ഒരു 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഒരു ബസ്മതിയുടെ അരിയില്ലേ, അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി അതും ഇതിലേക്ക് ഇട്ടിട്ട്, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ ആ ഒരു അരി ഒന്ന് വേവണം, അതുപോലെ വെർമിസെല്ലി ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു അരക്കപ്പ് തിളച്ച വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഇത് വേവുമ്പോഴത്തേക്കും പാലൊന്ന് വറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും സാഫ്രോൺ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാഫ്രോണിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഒന്ന് ചേർത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒരു 3-4 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഞ്ചസാരയുടെ അളവ് കുറച്ചതിന് ശേഷം മിൽക്ക് മെയ്ഡ് കൂട്ടിയാലും മതി. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചൗരിയിൽ, അപ്പോൾ ചെറിയ ചൗരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ്, അതായത് ഒരു നുള്ളുപ്പിട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ വെർമിസെല്ലി കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണം തണുക്കാനായിട്ട്. അപ്പോൾ 2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം ഇത് നമുക്ക് സെർവ് ചെയ്യാം. എന്നാലും മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കുറച്ചുകൂടെ വന്നത് കട്ടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മാംഗോ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സാണ് നിങ്ങളുടെ കയ്യിലുള്ളതോ അത് ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വെർമിസെല്ലിയുടെ കസ്റ്റാർഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആപ്പിളും, പിന്നെ വീണ്ടും സെയിം നമ്മുടെ വെർമിസെല്ലി കസ്റ്റാർഡ് ഇട്ടു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഈ ആപ്പിളും മാംഗോയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചൊന്നും ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറി ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഇടാം. ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതിടാം. പക്ഷേ ഞാനിതിൽ കാഷ്നട്ട് റൈസിൻസൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിടാൻ മറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര തന്നെ മതി. ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിനൊക്കെ വറുത്ത് വെച്ചത്. പക്ഷേ ഇടാനും മറന്നുപോയി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.